ഹായ്, വെൽക്കം ടു മൈ ഫസ്റ്റ് എവർ ലോങ് വീഡിയോ. അപ്പോ ഞമ്മക്കൊന്ന് ജനുവരിന്റെ കവർ പേജ് ചെയ്യാം. സംഭവ മാസം പകുതി അയക്കണമെങ്കിലും ഇപ്പോഴാണ് എനിക്കിത് ചെയ്യാനുള്ള സമയവും സാഹചര്യവും ഒക്കെ ഒത്തു വന്നത്. എന്റെ ഹെൽത്ത് കണ്ടീഷൻ ഞാൻ ഇനി സമ്മതിച്ചില്ല എന്ന് വേണം പറയാൻ. അതൊക്കെ പോട്ടെ, നമുക്ക് വീട്ടിലേക്ക് വരാം. ആദ്യം തന്നെ നമുക്ക് ഒരു പെയിന്റിങ് ചെയ്യാം. ഒരു വൈറ്റ് ആക്രിലിക് പെയിന്റും പിന്നെ കുറെ വാട്ടർ കളേഴ്സും വെച്ചിട്ടാണ് ഞാൻ ഈ പെയിന്റ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് പെയിന്റ് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരുന്നു, കാരണം ഞാൻ പൊതുവെ ചെയ്യല് വാട്ടർ കളർ പെയിന്റിങ്. അതും ഇതും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തില് എനിക്ക് കുറച്ച് പാടായിരുന്നു. എന്നാലും ഞാൻ എങ്ങനെയൊക്കെ റെഡിയാക്കി എടുത്ത്. പിന്നെ ഒരു മരക്കൊമ്പും അയിമേൽ തൂങ്ങിക്കിടക്കുന്ന ഒരു സ്നോ ഫ്ലേക്സും അതിന് വരയ്ക്കാനുള്ളത്. ഇപ്പൊ ചിലർക്കൊരു സംശയം ഉണ്ടാവും, ഇത് സ്കെച്ച് ബുക്കാണോ അതോ ജേണലാണോ? ഇത് ജേണൽ തന്നെയാണ്, പക്ഷെ ബുള്ളറ്റ് ജേണൽ ഒന്നല്ല കേട്ടോ. ഇതൊരു പേഴ്സണൽ ജേണലാ. ഈ ജേണലിൽ എന്റെ തോട്ട്സ് എഴുതുന്നത് പോലെ തന്നെ എനിക്ക് തോന്നുന്നതൊക്കെ വരച്ചു വെക്കാൻ കൂടിയാണ് എന്റെ പ്ലാൻ. ഈ പിക്ചർ കുറെ കാലമായി ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഈ പിക്ചർ വരച്ച് തന്നെ ജേണൽ തുടങ്ങാന്ന് വിചാരിച്ചു. സ്നോ ഫ്ലേക്സ് വരയ്ക്കാൻ വലിയ പാടൊന്നുമില്ല, ഇനി വലിയ പ്രശ്നമില്ലാതെ വരയ്ക്കാൻ പറ്റി. അതിൽ വീണ് കിടക്കുന്ന മഞ്ഞും പെട്ടെന്ന് തന്നെ വരച്ച്. പിന്നെ ചെറിയ ഹൈലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ നമ്മളെ പെയിന്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയി. വരച്ച് തുടങ്ങിയപ്പോൾ ഇത്ര നല്ല ഔട്ട്പുട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചതിലും എത്രയോ നന്നായിക്കണ്. ഇനി നമുക്ക് ഇപ്പുറത്തെ പേജിക്ക് വരാം. ഇവിടെ നമുക്ക് ഒരു കലണ്ടറും പിന്നെ കുറച്ച് അലങ്കോല പണികളൊക്കെ ചെയ്യാം. അപ്പൊ മുകളിൽ തന്നെ നമുക്ക് ഹലോ ജനുവരി എന്ന് എഴുതി കൊടുക്കാം. അതിൻ്റെ തൊട്ടതായ ഒരു സിമ്പിൾ കലണ്ടർ വെച്ചെടുക്കാം. കലണ്ടറിൽ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതി. ഇനി നമുക്ക് അലങ്കോല പണികളിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഹലോ ഒന്ന് കളർ ചെയ്ത് കൊടുത്തു. പിന്നെ കലണ്ടറിനിടയിലും ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തു. പിന്നെ നമ്മളെ തീമിലേക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നോ ഫ്ലേക്സ് വരച്ചു. പക്ഷെ സ്നോ ഫ്ലേക്സ് ഞാൻ വിചാരിച്ച അത്ര അങ്ങോട്ട് നന്നായില്ല. കുഴപ്പമില്ല. അടുത്തതാണ് നമ്മളെ ഫേവറേറ്റ് പാർട്ട്, സ്നോമാൻ. സ്നോമാൻ പിന്നെ പണ്ടേ ക്യൂട്ടാണല്ലോ, അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് പേടിയില്ല. അങ്ങനെ സ്നോമാനുള്ള തൊപ്പിയും സ്കാർഫും ഒക്കെ വരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കവർ പേജ് കംപ്ലീറ്റ് ആയി. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിക്കണോ അല്ലേന്ന് താഴെ കമന്റ് ബോക്സിൽ പറയട്ടോ. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. ടാറ്റാ.